മക്കളെ റാത്തല്ല മാഷല്ല. ഇതേ ഇന്നലെ JCBക്ക് നിരത്തിയിട്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, വീഡിയോ പോയി. അപ്പോൾ സത്യത്തിൽ ഈ റിങ് ഞാൻ ഇപ്പോൾ ഇതേമാതിരിക്ക് റിങ് കിട്ടിയപ്പോൾ പലരും പറയുന്നത് കുറേ റിങ് അയക്കേണ്ടി വരുന്നു. ഒരു റിങ് പോലും എവിടുന്ന റിങ് അയച്ചിരുന്ന ഇപ്പോൾ ഒറ്റ റിങ് അയച്ചിട്ടില്ല. ഒറ്റ റിങ് എന്ത് ചെയ്തിട്ട് ഞങ്ങൾ അയച്ചിട്ട് കേട്ടോ, ഒറ്റ റിങ് അയച്ചിട്ട്. എന്നിട്ട് ടൈ ബീം അടിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പ്ലിന്ത് ബീം അടിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അയക്കണോ എന്ന് സംശയം കേട്ടോ. പക്ഷെ അയക്കാതെ കഴിയുന്ന ഞാൻ പറഞ്ഞവരോട്, അയക്കാതെ കഴിച്ചിലാവും, നിങ്ങൾ പേടിച്ചില്ല, അയക്കാതെ കഴിച്ചിലാവും പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ നോക്കാം, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും റിങ് ഇടേണ്ടി വരും മേലെ, അപ്പോൾ അത് നോക്കാം. പിന്നെ ഇവിടെ എന്തിനാണിത് കെട്ടിക്കണമെന്ന് ചിലവർക്ക് സംശയം ഉണ്ട്. അന്നേരം ആ വീഡിയോയിൽ പകുതി പറഞ്ഞു, പക്ഷേ ബാക്കി പൂർത്തിയായിട്ടില്ല. വൃത്തിയായില്ലേ പോകാ സാർ ആയില്ല? സൂപ്പറായി. ഉണ്ടെങ്കിൽ ഇത് നല്ല നേക്കിൽ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കെട്ടാണ്ട് കേട്ടോ, ഇവിടെ പണിക്കാറുണ്ട് ഫുള്ള് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ചിലർ പറയും പാക്ക് മാത്രമായിട്ട് കെട്ടിയാൽ മതി. പക്ഷേ പാക്ക് മാത്രമായിട്ട് കെട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിന്ന് തള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്ത്, നല്ല കല്ലിറക്കിയിട്ട്, നല്ല മേപ്പാറ കല്ലിറക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല ഉള്ളും പാക്കിട്ടിട്ട് നല്ല വൃത്തി കെട്ടാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്ത് ചെയ്ത് ആയിക്കോട്ടെ എന്നാൽ സമീർ അജി പറഞ്ഞ മാതിരിക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളും പാക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ എന്ത് ചെയ്ത് സെറ്റപ്പായി കെട്ടിയിട്ട്. പിന്നെ ആ സൈഡ് എന്താ ചെയ്യുന്നത് ഓണർമാരോട് നമ്മൾ ചോദിക്കാൻ പറഞ്ഞാണ്. എന്തായാലും കുറച്ച് വൈകിക്കണം സംഭവം, പണി ഇങ്ങനെ എടുക്കുമ്പോൾ വൈകും എന്തായാലും. അപ്പോൾ എന്താണ് ഇതെന്തിനാണ് കെട്ടണമെന്ന് ചിലർക്ക് സംശയമുണ്ട്. ഇത് സാധാരണ കെട്ടാത്ത സംഭവമല്ല, മണ്ണിട്ട് തൂർക്കലല്ലേ. അപ്പോൾ എന്താണ് നിലവിലിതാ ഈ ഒരു ഏരിയ ഇത് നമ്മളെ അതിരാണ്, ഇതിൻ്റെ അതിരാണ്. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അളവ് ദീമക്കാണ് വരല്ലേ, 1.5 മീറ്റർ ഏകദേശം ബാക്ക് സൈഡ് വേണ്ടി വരും. അതിനാണ് ഇവിടെ ഇങ്ങനെ അളവ് തീ കൂടി പോകുന്നുണ്ട്. അപ്പോൾ മറ്റേ ഈ അളവ് നിലവിൽ ഇവിടെ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഞാൻ ചോദിച്ചു ഒരുമിച്ച് കെട്ടിയാൽ പോരാ. അപ്പോൾ വേണ്ട, ഈ ഒരു ഏരിയ ഫുള്ള് ഇതാ ഭാവിയിൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളോ കാര്യങ്ങളൊക്കെ വരാനുള്ള ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണേ, ഈ ഒരു സ്പേസ് പാർക്കിംഗ് സ്പേസിൽ പെടുത്താൻ കഴിയും. പാർക്കിംഗ് സ്പേസിലൊക്കെ പെടുത്താൻ വേണ്ടി. അപ്പോൾ എൻജിനീയർ തല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തലമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമാണ് എൻജിനീയർ തല എന്ന്. ഞാൻ എൻജിനീയറോട് അസ്കറാക്കാൻ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ട്, നമ്മൾക്ക് ബാക്ക് നല്ല വൃത്തിക്ക് കെട്ടി കൊടുക്കാനപ്പോൾ പറഞ്ഞ ഷമീർ ആയിരിക്കും ചെയ്യരുത്. കാരണം ഇതിൽ കൂടി ഒരു ഈ വയ്യ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ നോക്കണം അവർ ബുദ്ധിയിട്ടാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഗോഡൗണൊക്കെ കെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഈ സ്പേസ് ഇവിടെ കെട്ടിയാൽ ഒരു കണ്ടെയ്നർ ഇവിടെ തിരിയില്ല. നേരെ മറിച്ച് ഇപ്പോഴിതാ ഇവിടെ കണ്ടെയ്നർ തിരിയാനുള്ള വിശാലമായൊരു സെറ്റപ്പ് എന്ത് ചെയ്ത് അവരിവിടെ കൂടുന്നത്. അതാണ് എൻ്റെ എൻജിനീയർ തലാറിന് കേട്ടോ. ഓക്കെ, ഒരു കണ്ടെയ്നർ തിരിഞ്ഞിട്ട്, കണ്ടെയ്നർ ഇപ്പോൾ വലിയ ഗോഡൗൺ ഇട്ടതിന് കണ്ടെയ്നർ ഇതിൻ്റെ ഉള്ളിൽ കയറി തിരിഞ്ഞ് മരാനുള്ള ഒരു ഐഡിയ അവർക്കുണ്ട്. അപ്പോൾ ആ സ്പേസ് 1.5 മീറ്റർ ചിലപ്പോൾ അതിന് ഉപയോഗിക്കുക. അത് രണ്ടും ഒരാൾ തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ള ലെവൽക്കാണ് ഷമീർ ഈ സൈഡ് കെട്ടിയിട്ട് മണ്ണിടുന്നതിന് മുന്നേ കോറി വേസ്റ്റ് ഇട്ടാളായിരുന്നു, ബുദ്ധി നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കോറി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിക്കണം കേട്ടോ. ഫുള്ള് ബാക്കിക്ക് കോറി വേസ്റ്റ് ഉണ്ടായാൽ വാരിടാൻ നമുക്ക് എളുപ്പമാണ്. വലിയ JCB ഇടുന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി നേരാണ്ട് പോകാൻ പറ്റും. ഇവിടെ കിണറുണ്ടെങ്കിൽ ഇപ്പോൾ കിണറിൻ്റെ ഞാനൊരു തീരുമാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പൊട്ടൻ തീരുമാനങ്ങളാണ് പറയല് ചിലപ്പം, പക്ഷേ ചില നേരത്ത് ഭയങ്കര ഉപകാരം ഈ കിണർ സംഭവം ഇതാണ്. അപ്പോൾ ഈ കിണറിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ചെയ്തുതരാം, അടുത്ത് ചെയ്തുതരാം. ഇനിയിപ്പോൾ ഒന്നായിട്ട് ഓവറാവും വീഡിയോ.